ഹലോ സുഹൃത്തേ, 2021 അവസാനത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത്. എല്ലാ വ്യക്തികളും ഈ 2022 ഒരു പുതിയ മനുഷ്യനായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. 2021 എങ്ങനെയായിരുന്നോ നമ്മൾ, അങ്ങനെയല്ല ഇപ്പോൾ. നമ്മളിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ പരിശ്രമങ്ങൾക്ക് നമുക്ക് നമ്മളെ തന്നെ അഭിനന്ദിക്കാം, ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം. നമ്മൾ ഒരുപാട് തെറ്റുകളും ചെയ്തിട്ടുണ്ട്, കുറേ ദിവസങ്ങൾ അലസത പിടിച്ച് ഇരുന്നിട്ടുമുണ്ട്. നമ്മുടെ ഗോൾസിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ഈ കഴിഞ്ഞു പോയ കാലത്തിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകളും ഇനി ആ കാര്യങ്ങളെയൊക്കെ ഇനി ഓർത്തിട്ടും കാര്യമില്ല. ഇനി ഒരു പുതിയ തുടക്കമാണ്. ഇനി ആ ഒരു പുതിയ തുടക്കത്തിൽ പഴയ കാര്യങ്ങൾക്കൊന്നും സ്പേസ് കൊടുക്കരുത്. 2021 2022 തമ്മിൽ വെറും ഒരു നമ്പറിൻ്റെ വ്യത്യാസമായി മാറാതെ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു മികച്ച വർഷമാക്കി തീർക്കാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. സുഹൃത്തെ, ആദ്യത്തെ കാര്യമാണ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളിൽ പലവരും നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, നമ്മൾക്ക് കിട്ടുന്ന ഫെസിലിറ്റീസും ഓരോ കാര്യങ്ങളെയും ഒരു വില നൽകാതെയാണ് പലപ്പോഴും കാണുന്നത്. പലവരുടെയും ശ്രദ്ധ അവർക്ക് ഉള്ള കാര്യങ്ങളിൽ നിന്നും മാറി ഇല്ലാത്ത കാര്യങ്ങളിലോട്ടാണ് പോകുന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തികളെയും പലപ്പോഴും നമ്മൾ മറക്കുന്നു. ബാക്കിയുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കുള്ള കാര്യങ്ങളിലോട്ടാവും നമ്മുടെ പലരുടെയും ശ്രദ്ധ. സ്റ്റോപ്പ് ഇറ്റ്. ബി ഗ്രേറ്റ്ഫുൾ. നമുക്കുള്ള കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക, അതിൽ സന്തോഷം കണ്ടെത്തുക. ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുകയാണ്. ഇത്രയും നേരം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു, നിങ്ങൾക്കും ഒരു ബിഗ് താങ്ക്സ്. ഈ ഒരു നിമിഷത്തിൽ എൻ്റെ ചാനൽ ഗ്രോ ചെയ്യാൻ സഹായിച്ച എല്ലാവർക്കും ഒരു താങ്ക്സ് പറയുകയാണ്. സുഹൃത്തെ, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക. രണ്ടാമത്തെ കാര്യമാണ് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി. നമ്മൾ ആരുടെയൊക്കെ വീഡിയോസ് യൂട്യൂബിൽ കാണുന്നു, ആരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നു, ആർക്കൊക്കെ ലൈക്കും കമൻറ്റും കൊടുക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഏതൊക്കെ വ്യക്തികളെയാണ് ഫോളോ ചെയ്യുന്നത്, നമ്മുടെ കൂട്ടുകാർ ആരൊക്കെയാണ്. സുഹൃത്തെ, ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ഒരു വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. 5 സ്മാർട്ടായിട്ടുള്ള വ്യക്തികളിലൂടെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും 6ാമത്തെ സ്മാർട്ടായിട്ടുള്ള പേഴ്സൺ നിങ്ങൾ തന്നെയായിരിക്കും. അതേസമയത്ത് നിങ്ങൾ 5 മണ്ടന്മാരോടാണ് കുറേ സമയം നടക്കുന്നതും സല്ലപിക്കുന്നതുമൊക്കെ എങ്കിൽ 6ാമത്തെ മണ്ടൻ നിങ്ങൾ തന്നെയാവും. സുഹൃത്തെ, അങ്ങനെയാണ് നമ്മുടെ സറൗണ്ടിങ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന എക്സ്റ്റേണൽ ട്രിഗേഴ്സാണ് നമ്മുടെ മൈൻഡ് സെറ്റിനെയും ഹാബിറ്റിനെയും ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ എക്സ്റ്റേണൽ ട്രിഗേഴ്സ് പോസിറ്റീവ് ആയിട്ടുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കും. സോ ഗൈസ്, ഈ ഒരു പുതുവർഷത്തിൽ ഫോളോ പോസിറ്റിവിറ്റി. 3ാമത്തെ കാര്യമാണ് അണ്ടർസ്റ്റാൻഡ് യുവർ മിസ്റ്റേക്സ്. നമ്മൾ കുറേ തെറ്റുകൾ ചെയ്തു, കുറേ മിസ്റ്റേക്സ് നമ്മുടെ കഴിഞ്ഞ കാലത്തിൽ നമ്മൾ ചെയ്തു. ഇനി അതിനെക്കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല, അതിനൊരു സ്പേസ് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. അണ്ടർസ്റ്റാൻഡ് യുവർ മിസ്റ്റേക്സ്. ആ മിസ്റ്റേക്സുകൾ മനസ്സിലാക്കുക. ഇനി ആ മിസ്റ്റേക്സുകൾ ചെയ്യാതിരിക്കാൻ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കാം, അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുക. നമ്മുടെ മിസ്റ്റേക്സ് നമ്മൾ മനസ്സിലാക്കുക. ഇനി 4ാമത്തെ അവസാനത്തെ കാര്യം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, സ്റ്റാർട്ട്. അതേ സുഹൃത്തെ, തുടങ്ങുക. നിങ്ങൾ ഇനി ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? കുറേ സമയം പോയി, ഇനിയും കാത്തിരിക്കുകയും ഇനിയും അലസത പിടിച്ചിരുന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വേഗത്തിലാണ് സമയം പോകുന്നത്. സോ ഈ സമയത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ടൈം ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. സുഹൃത്തെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ പുതുവർഷത്തെ എന്ത് പുതിയ കാര്യം ചെയ്യാം? അതുമാത്രമല്ല, കംഫോർട്ട് സോണിൽ നിന്ന് മാറി നിൽക്കുക. ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ കംഫർട്ട് സോൺ മാറ്റി നിർത്തി അൺകംഫർട്ടബിൾ ആകുക, കഷ്ടപ്പെടുക, ഹാർഡ് വർക്ക് ചെയ്യുക. സക്സസ്ഫുൾ ആയിട്ടുള്ള പല പേഴ്സണാലിറ്റീസും അവരുടെ അൺകംഫർട്ടബിൾ സോണിൽ നിന്നാണ് വർക്ക് ചെയ്തത്, എന്നിട്ട് ഒരു വലിയ സക്സസ് നേടാൻ സാധിക്കുന്നത്. പല വ്യക്തികളും എനിക്ക് അത് ചെയ്യണം, അതാവണം, ഇതൊക്കെ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യും. ബട്ട് ആരും ചെയ്യാറില്ല, ആരും കംഫർട്ട് സോണിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാറില്ല. അതുകൊണ്ട് തന്നെ ഒന്നും നേടാനും സാധിക്കത്തില്ല. സുഹൃത്തെ, ഈ ഒരു പുതിയ വർഷത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു പുതിയ കാര്യം. ബൈ ഗെറ്റിംഗ് ഔട്ട് ഓഫ് കംഫർട്ട് സോൺ. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ സുഹൃത്തെ, ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഫോർ ആൾ ദ സപ്പോർട്ട് ദാറ്റ് യു ഹാവ് ബീൻ ഗിവൺ ടു മീ. എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒരു നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് കാരണം തന്നെയാണ് ഈ ചാനൽ ഗ്രോ ചെയ്യുന്നത്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്. സബ്സ്ക്രൈബ്. you